ഒരു ആശങ്ക ഫുഡിനെ പറ്റിയായിരിക്കും. പേടിക്കേണ്ട, ഫുഡ് വണ്ടി നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതിൽ നിറയെ വിഭവസമർത്ഥമായ ഫുഡ് കോഴിയും വൈഫും കൂടി സ്വന്തം വീട്ടിൽ സ്വന്തം കൈകളെ റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ ഫുഡ് റെഡിയാക്കിയവരുടെ അസാന്നിധ്യത്തിൽ അവർക്ക് ആദ്യം സ്വാഗതം ആശംസിക്കുക. കപ്പിൾസ് രണ്ടുപേരെ നമ്മൾ പ്രതീക്ഷിക്കും, ഒരാളാണ് നമ്മളുടെ നല്ല പദ്ധതികളെ പ്രതിനിധീകരിച്ച അബൂറി സ്കൂൾ ബാച്ചിലെ നല്ല പദ്ധതികളെ പ്രതിനിധീകരിച്ച് ഒരാളാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അത് മറ്റാരുമല്ല, എല്ലാവരും നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും സ്വാഗതവും ആശംസിക്കുന്നു. അടുത്തതായിട്ട് പറയാനുള്ളത് നമ്മുടെ റീനയ്ക്കാണ്. റീനയാണ് ഏറ്റവും ദൂരത്തുനിന്ന് ഈ ട്രിപ്പിന് ജോയിൻ ചെയ്യാൻ എത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ഏറ്റവും ദൂരത്തുനിന്ന് വന്നിട്ടും ഏറ്റവും ആദ്യം എത്തിയിട്ടുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ എപ്പോഴും വൈകിയെത്തുന്ന സ്വഭാവങ്ങൾ ആ പാപഭാരം മൊത്തം മാറ്റുന്നതിന് വേണ്ടി ഇന്ന് നേരത്തെ എത്തിയത് മാത്രമല്ല, ഗേറ്റ് ചാടിക്കിടന്ന് അവിടെ ചാരി വെച്ചിരുന്ന് ചൂടെടുത്ത് പഴയ ടെന്നയുടെ മുറ്റമൊക്കെ വിളിച്ച് വൃത്തിയാക്കി ഒരു ദീർഘാശ്വാസമൊക്കെ വിട്ട് ആവശ്യം വരും. ബാക്കിലിരിക്കുന്നവർ ശ്രദ്ധിക്കുക, ചൂടെടുക്കാനായിട്ട് ഫ്രണ്ടിലുള്ളവർ അനുവദിക്കരുത്. പിന്നെ ദൂരത്ത് സുജാത പവൽ കാക്കനാട് ഭാഗത്തുനിന്ന്, പിന്നെ തൃശ്ശൂരിന്ന്, അതെ വിഷ്ണു വൈഫ് വരുമെന്നാണ് നമ്മൾ സാധനം പറഞ്ഞിരുന്നത്. വിഷ്ണു മോളെ കൂട്ടി, മോളുടെ പേര് മോള് തന്നെ പറയും, ഹൃദ്യ വിഷ്ണു, LLB സെക്കൻഡ് ഇയർ ലോ കോളേജ് എറണാകുളത്ത് പഠിക്കുന്ന ഒരു വക്കീല് നമ്മുടെ സ്കൂൾ കുടുംബത്തിലേക്ക് വരുന്നു. വെൽക്കം ടു ഹൃദ്യ വിഷ്ണു. എനിക്ക് തോന്നുന്നത് പൊട്ടിപ്പുറപ്പെട്ടത് ഷീജയുടെ മനസ്സിൽ നിന്നാണ് തോന്നുന്നു. ഐഷാബിയായിരുന്നു ഷീജയാണ് ഗ്രൂപ്പിൽ പൊട്ടിപ്പോ. ചിലപ്പോൾ അവർക്കുള്ളിൽ ഒരു ഇന്റേണൽ ഡിസ്കഷൻസ് പോയിട്ടുണ്ടാവാം. എന്തുമാവട്ടെ, ഇതിന് വളരെ ഇനിഷ്യേറ്റ് ചെയ്ത് നമ്മുടെ ഗ്രൂപ്പിൽ അത് പറയുകയും ആദ്യമൊക്കെ ഡേറ്റിനെ പറ്റി കുറച്ചൊക്കെ ക്ലാരിഫിക്കേഷൻസ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായാലും എനിക്ക് തോന്നുന്നു 6th വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ ടീമുകളൊക്കെയാണ് ആദ്യം 6th വരാമെന്ന് പറഞ്ഞ് പോളിംഗ് ചെയ്തത്. അതിന് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് പിന്തുടർന്ന് അതിനുവേണ്ടി എല്ലാ ശ്രമങ്ങളും നടത്തി ജോസഫും ജോജിയും ജിജിയും എല്ലാവരും അത് കോർഡിനേറ്റ് ചെയ്ത് ഇങ്ങനൊരു ദിവസം നമുക്ക് ഒരുക്കി തന്നതിന് ആദ്യമേ തന്നെ ഞാൻ എല്ലാവരോടും നന്ദി പറയുകയാണ്. സംഗീതം പഠിക്കണമെന്ന് മോഹവുമായി ചെന്ന് കയറിയത് ഒരു സിംഹത്തിന്റെ മടയിലായിരുന്നു കയറിയത്. അപ്പോ മോഹം സംഗീതം പഠിച്ചു. ഷഡ്ജം, ഗാന്ധീവും, ശാർദൂല്, വിക്രീഡിതം, ഇത് മൂന്നുമേ പഠിക്കാൻ സാധിച്ചുള്ളൂ. അതിനുശേഷം പിന്നെ ഡൽഹിയിൽ പോയി അവിടെ ജോലി ചെയ്തു, തിരിച്ചു വന്നു. ഇപ്പൊ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ട്. അത് അന്നത്തെ ഓർമ്മകൾ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഈ ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1979 മുതൽ നമ്മൾ ആശയത്തിന് പഠിച്ചു. അതിനുശേഷം ഒരു പഠിക്കുമ്പോൾ നമ്മൾ ഇത്രയും കമ്പനി ഉണ്ടായിരുന്നില്ല. കാരണം അവർക്ക് നോക്കാനും ചിരിക്കാനും അതൊരു ഭയമായിരുന്നു. കാരണം അന്ന് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒന്ന് യാത്ര പോകുന്നത് ആകെ ഒരു മരിച്ച വീട്ടിലേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമേ പോകുന്നുള്ളൂ. അപ്പം നമുക്കൊരു ടൂർ എന്തുകൊണ്ട് പോയി കൂടാം. അവൾക്കാണെങ്കിൽ ടൂർ പോകാൻ ഭയങ്കര കൊതിയാണ്. എപ്പോൾ നോക്കിയാലും ടൂറാണ്, എപ്പോൾ നോക്കിയാലും സ്റ്റാറ്റസ് ടൂർ. അപ്പം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. ഞാൻ ജോയിനെ വിളിച്ചു. ജോയി ഇങ്ങനെ ഒരു ഐഷാബിയുടെ ഒരു ആഗ്രഹമുണ്ട്, നമുക്കൊന്ന് ടൂർ പോകാം എന്നൊരു ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ജോയിയാണ് ഇതിൻ്റെ മുൻകൈ എടുത്തതും
ജോസഫും ജോയിയും കൂടി. അപ്പോൾ ജോസഫിനും ജോയിക്കും കൂടി ഞങ്ങളുടെ എല്ലാവരും പ്രത്യേകം നന്ദി. ക്ലാസ് പഠിച്ചപ്പോൾ നമ്മുടെ ആ സൈഡിലായിരുന്നു, ഇപ്പൊ തന്നെ അതാണ്. പക്ഷെ പണ്ടത്തെ ബിൽഡിംഗ് ആയിരുന്നു എനിക്കിഷ്ടം, കാരണം അത് ഓടിട്ടത് നല്ല നൊസ്റ്റാൾജിയ തരുന്ന ഒരു ഇതാണ്. ഇന്ന് പക്ഷെ എനിക്ക് കണ്ടപ്പോൾ സങ്കടം വന്നു, പാറൊക്കെ കണ്ടപ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ അപ്പൊ അത് എന്താ വെച്ചാല് നമ്മള് അന്ന് നമ്മുടെ 3 ക്ലാസ് 8A-യും 9A-യും 10A-യും അടുത്തടുത്ത റൂമുകളിലാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പൊ അവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഉദിക്കണതല്ല അസ്തമിക്കുന്നത് ഈ രാജഗിരി പള്ളിയുടെ അവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് അന്ന് ഈ ശരിക്കും ജൂൺ 1-ാം തീയതി തന്നെ നമ്മുടെ മഴ കൊടുക്കും, നല്ല മഴയും. ഈ നമ്മൾ പടിഞ്ഞാറോട്ട് നോക്കി ഇരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ നല്ല കാർമേഘമൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കാണും കേട്ടോ. അപ്പൊ എനിക്ക് ഈ കാർമേഘം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിനി ഭയങ്കരമായിട്ട് മുടക്കണം പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എന്നുള്ളതൊക്കെ എനിക്ക് വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നതാണ്. പക്ഷെ എനിക്ക് ആരെയും പരിചയമില്ല എന്ന് പറഞ്ഞ സാഹചര്യം പറഞ്ഞ് ഇങ്ങനെ നോക്കുന്നുണ്ട്, ബിനോയ് ഉണ്ട്, റിയാജാറിന്റെ വൈഫൊക്കെ ഉണ്ടാവോ, വലസയൊക്കെ ഉണ്ടോ, വീനയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ പിള്ളേരും കൂടെ പറഞ്ഞ് നിർബന്ധിച്ചാണ് ഞാൻ വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ അപരിചിതത്വമൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര ഫ്രണ്ട്ലി ഇതാണ് വന്നത്. നവരാത്രി സ്വർണം പതിച്ച സ്വരമണ്ഡപത്തിൽ സോപാനഗായകനാക്കോ എന്നെ നീ സ്വർഗപുത്രി. നവരാത്രി വൻകടൽ തീരകളിലലക്കിയെടുത്ത നിൻ ഭൂമിക പുടവ തോടുമ്പോൾ വൻകടൽ തീരകളിൽ അലക്കിയെടുത്ത നിൻ ഭൂമിക പുടവ തോടുമ്പോൾ മെയിൽ തോടുമ്പോൾ. ഞാൻ, പവന്, ബിനോയ്, ജിബോയ്, അങ്ങനെ ഞങ്ങൾ എല്ലാ കാലത്തും ഒരുമിച്ചുണ്ടായിരുന്ന ഒരു ഗ്യാങ്ങാണ്. നിർഭാഗ്യവശാൽ ജിബോയ് നമ്മളെ വിട്ടുപോയി. അപ്പോൾ ഈ കോളേജിൽ പോകുമ്പോൾ അന്ന് നമ്മുടെ ഒരു ഇംഗ്ലീഷ് എടുക്കുന്ന സാറുണ്ടായിരുന്നു, ജവഹർ എന്ന് പറഞ്ഞിട്ട് ഡിഗ്രിക്ക്. കുറുമ്പിൽ തൊട്ടില്ല, കണ്ടു കണ്ടില്ല.